എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L3210 എന്ന പ്രിന്ററിന്റെ അൺബോക്സിംഗും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിർബന്ധമായി അടുത്തുള്ള എപ്സൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് നിങ്ങൾ പ്രിൻ്റർ ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് വാറൻറ്റി കാര്യങ്ങളെല്ലാം കിട്ടുകയുള്ളൂ. അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എഞ്ചിനീയർ വന്നാണ് നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്വയം ചെയ്യുമ്പോഴുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് കമ്പനി ഉത്തരവാദി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ റിസ്കുകൾ ഒഴിവാക്കാൻ അത് സഹായകമാകും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് പ്രിൻ്ററിൻ്റെ ബോക്സ്. ഏകദേശം ഇതിൽ തന്നെ ഇതിൻ്റെ ചെറിയ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രിൻറ്റ് ചെയ്യാം, സ്കാൻ ചെയ്യാം, കോപ്പി ചെയ്യാം എന്ന് പറഞ്ഞാണ്ട്. അതുപോലെ 003 സീരീസ് ഇങ്കാണ് ഇതിന് വരുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ സീരീസ് ഇങ്കൊന്നും ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ തന്നെ നമുക്ക് ഡ്രൈവർ CD, യൂസർ മാനുവൽ എല്ലാം ഉള്ളൊരു കിറ്റാണ് ഈ കാണുന്നത്. അപ്പം യൂസർ മാനുവൽ റീഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതില്ലെങ്കിൽ ഓൺലൈനിൽ ഉണ്ടാവും ഇതിൻ്റെ യൂസർ മാനുവൽ. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ഇങ്ക് ബോട്ടിൽസ് ആണ്. കണ്ടില്ലേ, 4 ഇങ്കാണ് വരുന്നത്. ബ്ലാക്ക്, സിയാന്, മജന്ത, യെല്ലോ, അങ്ങനെ 4 ഇങ്കാണ് വരുന്നത്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. ഇത് വരുന്നത് പവർ കേബിൾ, പ്രിൻ്ററിലേക്ക് പവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേബിൾ. ദെൻ ഇവിടെ വന്നിട്ട് നമുക്ക് USB കേബിൾ വരുന്നുണ്ട്. കണ്ടില്ലേ, പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ കേബിൾ. ഞാൻ പ്രിൻ്റർ ബോക്സിൽ നിന്നും പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി ആദ്യം ചെയ്യേണ്ടത് ഈ കവർ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഞാൻ ആ കവർ റിമൂവ് ചെയ്യുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, കവർ റിമൂവ് ചെയ്തു. പിന്നുള്ളത് ഈ ബ്ലൂ സ്റ്റിക്കേഴ്സ് ഫുള്ള് റിമൂവ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് ഒരിക്കലും നമ്മൾ പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ബ്ലൂ സ്റ്റിക്കറുകൾ ഞാൻ ഓരോന്നായിട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം നമ്മൾ ആ ബ്ലൂ സ്റ്റിക്കറെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പേപ്പർ പുറത്തോട്ട് വരുന്ന ഭാഗത്തുള്ള ഈ ട്രെൻഡ് സ്റ്റിക്കറും നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മൾ ആ സ്റ്റിക്കർ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രിൻ്ററിലേക്ക് ഇങ്ക് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഈ സമയത്തിന് മുമ്പും ഒരിക്കലും നമ്മൾ പ്രിൻ്റർ പവർ കേബിൾ കണക്ട് ചെയ്ത് ഓൺ ചെയ്യരുത്. അപ്പം ആദ്യം നമുക്ക് ഇങ്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്കിൻ്റെ കവർ ഒഴിവാക്കി ഓരോന്നോരോന്നെ സെപ്പറേറ്റ് വെച്ചു. അതുപോലെ ഈ ഇതിന്മേലുള്ള പാക്കിംഗ് കവറും നമ്മൾ റിമൂവ് ചെയ്യണം. ടാങ്കിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ, ഇവിടെയാണ് ടാങ്ക് വരുന്നത്. ഈ ടാങ്കിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓരോരോ കളർ, ടാങ്കിനനുസരിച്ച് ഓരോരോ കളറുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് മാത്രമേ ഇതിൽ ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 003 സീരീസ് ഇങ്കാണ് ഇതിന് വരുന്നത്. ഒരിക്കലും മാറി ഒഴിക്കാൻ പാടില്ല. അതായത് വേറെ എപ്സൻ്റെ സീരീസ് ഇങ്കുകളോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കുകളോ നോൺ ജെന്യൂൻ ഇങ്കുകളോ ഒന്നും ഇതിൽ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻ്ററിൻ്റെ വാറൻറ്റി കട്ടാവും. ഞാനിപ്പോൾ വീഡിയോ കണ്ട പോലെ നിങ്ങൾ ജസ്റ്റ് സിയാൻ്റെ ബോട്ടിൽ എടുത്ത് ആ ടാങ്കിൻ്റെ ബ്ലൂ ടോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫില്ലാവുന്നതാണ്. കണ്ടില്ല, ടാങ്കിൽ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതാണ് ഒരു ബ്ലാക്ക് ഷെയ്ഡ്. അതായത് ഇങ്ക് ഫില്ലാവുന്ന ഒരു ഇതാണ്. അത് കണ്ടില്ലേ, മറ്റ് ഇങ്ക് ടാങ്കുകളൊക്കെ കണ്ടില്ലേ, വെള്ള കളറും ഈ നമ്മൾ ഫില്ല് ചെയ്ത ടാങ്കിന് ഒരു ബ്ലാക്ക് ഷെയ്ഡിങ് വന്നതും കാണാൻ കഴിയും. അപ്പോൾ ഏകദേശം സിയാൻ ഇങ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് മജന്തയാണ്.
മജന്തക്കും ഇതേപോലെ നമ്മൾ ആ മജന്തൻ്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ടാങ്കിൻ്റെ ആ ബ്ലൂ ടോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബോട്ടിൽ ഇതേപോലെ ജസ്റ്റ് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ടാങ്ക് ഫില്ലാവുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ സിയാൻ ഇങ്കും ഏകദേശം ഫില്ല് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ടാങ്ക് ഫുള്ളായിട്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് യെല്ലോ ആണ്. അപ്പോൾ ഈ മജന്തൻ്റെ ബോട്ടിൽ നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് ആ ടാങ്കിൻ്റെ ടോപ്പ് ബ്ലൂ ടോപ്പ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ബോട്ടിൽ യെല്ലോൻ്റെ ബോട്ടിൽ നമുക്ക് ഇതേപോലെ ബോട്ടിലിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ടാങ്കിലേക്ക് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ഇങ്ക് അതിലേക്ക് ടാങ്കിലേക്ക് ഫില്ലാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്തൊന്നും പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലാങ്ക് പേജ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ വാറണ്ടി ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രിൻ്റർ നിങ്ങൾ എപ്സൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് നിങ്ങൾ സർവീസ് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അങ്ങനെ അവർ വന്നാണ്ട് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ യെല്ലോ ഇങ്കും ഫില്ലായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് വരുന്നത് ബ്ലാക്ക് ഇങ്കാണ്. ബ്ലാക്ക് ബോട്ടിൽ എടുത്ത് നമ്മൾ അതിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, പല മാർക്കറ്റിൽ പല റേഞ്ചിലുള്ള ഇങ്കുകളുണ്ട്. ഒരിക്കലും അങ്ങനത്തെ ഇങ്കുകളൊന്നും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. ഒറിജിനൽ ഇങ്ക് തന്നെ ഉപയോഗിക്കണം. കഴിയുന്നത് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങാതിരിക്കാൻ നോക്കുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഏകദേശം നമ്മുടെ ടാങ്ക് ഫില്ലായിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ 4 ടാങ്കും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബ്ലാക്കിൻ്റെ ബോട്ടിൽ റിമൂവ് ചെയ്യാം. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചിലപ്പോൾ ബോട്ടിൽ ഏകദേശം കുറച്ച് ഇങ്ക് ബാലൻസ് ഉണ്ടാവും. അത് നിങ്ങൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഉണ്ട്, ഒരു 10 മിനിറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് കംപ്ലീറ്റ് ഇങ്കും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രിൻ്റർ പവർ കേബിൾ കണക്ട് ചെയ്ത് പ്രിൻ്റർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. പവർ കേബിൾ കണക്ട് ചെയ്യാൻ പ്രിൻ്ററിൻ്റെ ബാക്കിൽ ലെഫ്റ്റ് സൈഡിലാണ് ഈ പവർ കേബിൾ കണക്ട് ചെയ്യേണ്ടത്. പവർ കേബിൾ ഞാൻ കണക്ട് ചെയ്തതിന് ശേഷം പ്രിൻ്റർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തു. കണ്ടില്ലേ? ലോങ് പ്രസ് ഒന്നും ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് പവർ ബട്ടൺ പ്രസ് ചെയ്താൽ മതി, പ്രിൻ്റർ ഓൺ ആയിക്കോളും. കുറച്ച് നേരം ഈ ഇനീഷ്യലൈസേഷൻ, ഈ ഫ്ലാഷിങ് ഉണ്ടാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഒരു ലൈറ്റ് ഓൺ ആവാനുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് നേരത്തെ ലോഡിന് ശേഷം ഇതേപോലെ ഒരു ഓറഞ്ച് ലൈറ്റ് ഓൺ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബട്ടൺ ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്യുക. 5 സെക്കൻഡ് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് ഓഫ് ആയിക്കാണ്ട് പവർ ലൈറ്റ് ഓൺ ആവും. പവർ ലൈറ്റ് ഓഫ് ആയിക്കാണ്ട് ഈ ഓറഞ്ച് ലൈറ്റ് ഓൺ ആവും. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഓൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സ് ഏകദേശം 10 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ 10 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് ഒരിക്കലും പ്രിൻ്റ് കൊടുക്കാൻ പാടില്ല. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്നറിയാൻ നമ്മൾ ഈ പവർ ലൈറ്റ് കണ്ടില്ലേ, ഗ്രീൻ ലൈറ്റ്, അത് സ്റ്റഡി ആയി നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത ആ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ്. ഇനിയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ USB കേബിൾ കണക്ട് ചെയ്യുന്നു. ഇതിന് മുമ്പ് നമ്മൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ USB കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് വരുന്നുണ്ടോ അല്ലേ എന്നുള്ള അറിയാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിൻ്ററിൻ്റെ ബാക്കിലാണ് റിയൽ ട്രേ ആണ് വരുന്നത്. അവിടെ നമ്മൾ കുറച്ച് പേപ്പേഴ്സ് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പേപ്പർ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു ആ ലിവർ. എന്നിട്ട് കമ്പ്യൂട്ടറിൻ്റെ കൺട്രോൾ പാനലിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സിൽ പോയി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടെസ്റ്റ് പേജ് പ്രിൻറ്റ് കൊടുത്ത് നോക്കാം പ്രിൻ്റ് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാലോ. അപ്പോൾ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്തു. അതിൽ നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. റൈറ്റ് ബട്ടൺ നിൽക്കുക, അതിലുണ്ടാവും പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത് കാണും, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഈ സമയം നമ്മൾ പ്രിൻ്ററിൽ പേപ്പർ പിക്ക് ചെയ്തിട്ട് പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പേപ്പർ ഏകദേശം പുറത്തോട്ട് വരാനായി പ്രിൻ്റ് ചെയ്താണ്ട് കണ്ടില്ലേ. യെസ്, അതിൽ പ്രിൻ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നാണ് അർത്ഥം. കണ്ടില്ലേ, എല്ലാം ഉണ്ട്. ഇനി നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. അതിന് നമ്മൾ എപ്സൺ സ്കാൻ ടു പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തു. താഴെ നമുക്ക് എന്ത് ചെയ്യാം, ഞാനൊരു ഡോക്യുമെൻ്റ് വെക്കുന്നുണ്ട് സ്കാനർ ഗ്ലാസ്സിൽ. ഇവിടെ ജസ്റ്റ് സ്കാനർ ഗ്ലാസ് ഓപ്പൺ ചെയ്ത് ഞാൻ സാമ്പിളിന് ഒരു ചെറിയൊരു ഡോക്യുമെൻ്റ്, ഇങ്ങനത്തെ ഒരു ഡോക്യുമെൻ്റ് ഞാൻ സ്കാനർ ഗ്ലാസ്സിൽ വെക്കുന്നു. എന്നിട്ട് ആ ഡോറ് ക്ലോസ് ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സൈഡ് ആരോ മാർക്ക് ഉണ്ടല്ലോ, അവിടെയാണ് കറക്റ്റായിട്ട് വെക്കേണ്ടത്.
എന്നിട്ട് ഞാൻ ഡോർ ക്ലോസ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഞാൻ സ്കാൻ അല്ലെങ്കിൽ താഴെ കാണുന്ന ഈ പ്രിവ്യൂ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ചെയ്ത വർക്കെല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കിവിടെ പ്രിവ്യൂ കാണാൻ സാധിക്കും, കണ്ടില്ലേ? യെസ്, അപ്പോൾ നമ്മൾ ചെയ്ത വർക്കെല്ലാം കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.